പ്രോഗ്രാമിംഗ് നോളജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, പ്രോഗ്രാമിംഗ് നോളജ് അല്ല, പേര് മാറ്റി ആർട്ടിസ്റ്റ്. അപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റി ഇവർ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിങ്ങിൽ വാട്ട് ആർ ഫോർ ലൂപ്പുകൾ എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ വൈൽ ലൂപ്പിനെ കുറിച്ചും ഡു വൈൽ ലൂപ്പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എന്താണ് ഡു വൈൽ ലൂപ്പും ഫോർ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ സി പ്രോഗ്രാമിംഗ് എന്നല്ല, പ്രോഗ്രാമിങ്ങിൽ തന്നെ ഫോർ ലൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. വൈൽ ലൂപ്പിനേക്കാളും ഡു വൈൽ ലൂപ്പിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഫോർ ലൂപ്പ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫോർ ലൂപ്പ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോർ ലൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഈ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്താണ്, കീവേഡ്സ് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈൽ ലൂപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഫസ്റ്റ് തന്നെ ഒരു ഇൻറ്റിജർ ഐ അല്ലെങ്കിൽ ഇൻറ്റിജർ എ അല്ലെങ്കിൽ ഇൻറ്റിജർ ബി ഏതെങ്കിലും കുറച്ച് ഇൻറ്റിജറിനെ നമ്മൾ ഓൾറെഡി ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെക്കും. പക്ഷേങ്കിൽ ഫോർ ലൂപ്പിനെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇൻറ്റിജർ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫോർ ലൂപ്പിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഫോർ എന്നാണ്. ഫോർ എന്നടിക്കുക, അതിനുശേഷം 2 ബ്രാക്കറ്റ്, ഇതിനുള്ളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻറ്റിജർ ഐ ഈസ് ഈക്വൽ ടു 0. ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇൻറ്റിജർ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേരിയബിളിൽ കൊടുത്തത്. സാധാരണ വൈൽ ലൂപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വൈൽ ലൂപ്പിൻ്റെ തൊട്ട് മുകളിലായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ഡു എന്ന് പറയുന്നതിൻ്റെ ഡുവിൻ്റെയും വയലിൻ്റെയും തൊട്ട് മുകളിലായിരുന്നു നമ്മൾ ഇൻറ്റിജർ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വേരിയബിളിന് ഡിക്ലെയർ ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടോ, ഫോർ ലൂപ്പിൻ്റെ അകത്താണ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെയ്തതാണ് ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്ത് അതിനുശേഷം സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ മനസ്സിലാകുക, ആദ്യം നമ്മൾ ഇൻറ്റിജർ അതായത് വേരിയബിളിനെ എഴുതുക, വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് ഞാൻ എഴുതണം. അതിനുശേഷം നമ്മൾ ഇൻറ്റിജർ അതിനുശേഷം കണ്ടീഷൻ എഴുതുക. അതിനുശേഷം ഇൻക്രിമെൻറ്റ് ഞാനിവിടെ കൊടുക്കുകയാണ് ഐ ഈസ് ഈക്വൽ ടു i++. അപ്പോൾ ഞാൻ ഡു വൈൽ ലൂപ്പിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, i++ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു i+1 സമാനമായ ഒരു വാക്യമാണെന്ന്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ നമ്മൾ ശരിക്കും എഴുതേണ്ട കമാൻഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം 2 കേർലി ബ്രേസസ് ഇടുക. അതിനുള്ളിലാണ് ഏത് കോഡാണ് നമുക്ക് ഇത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കോഡ് എഴുതുക. അതായത് പ്രിൻ്റ് എഫ് ഞാൻ എടുക്ക ടൈക്കാണ് മൈ വാല്യൂ ഓഫ് ഐ ഈസ് പെർസെൻറ്റേജ് ഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജ് വാല്യൂ ഓഫ് ടി ഐ. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടോ നമുക്ക് അറിയണമല്ലോ. ബിൽഡ് ചെയ്യിക്കുമ്പോൾ ഓക്കെ, ഇറേഴ്സ് ഒന്നും കാണുന്നില്ല. നമ്മളിത് കമ്പൈൽ ചെയ്യുമ്പോൾ മൈ വാല്യൂ ഓഫ് ഐ ഈസ് 0 അപ് ടു മൈ വാല്യൂ ഓഫ് ഐ ഈസ് 10. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർ ലൂപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഫോർ ലൂപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ വൈൽ ലൂപ്പിനേക്കാൾ ഡു വൈൽ ലൂപ്പിനേക്കാളും കൂടുതൽ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കാരണം നമ്മൾ ഫാക്ടോറിയൽ ഇല്ലേ, അതായത് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3. അപ്പോൾ ഫാക്ടോറിയലിൻ്റെ ഇക്വേഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ഞാൻ കാൽക്കുലേറ്റർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കാൽക്കുലേറ്റർ കോഡ് ബ്ലോക്സ് സൂപ്പർ പ്രൊജക്ട്സ് കാൽക്കുലേറ്റർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും ഇൻറ്റ് NCR, ഞാൻ NPR NCR ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റ് ഫാക്ടോറിയൽ. ഇപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഇവിടെ കണ്ടോ, ഫോർ ലൂപ്പ് ഞാൻ ഉപയോഗിച്ച ഫോർ ഇൻറ്റ്, ഞാൻ സൂം ചെയ്തുതരാം എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമല്ലേ. ഓക്കെ, ഇവിടെ കണ്ടോ, ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1, ആൻസർ ഈസ് ഈക്വൽ ടു ആൻസർ ഇൻറ്റു ഐ ആൻഡ് റിട്ടേൺ ടു ആൻസർ. അതായത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഞാനാണ് ഫാക്ടോറിയലിനെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്
ഫോർ ലൂപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പോൾ അത്യാവശ്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ ഫോർ ലൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർ ലൂപ്പിൽ പിന്നെ നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുകയാണ് വിചാരിച്ചു. അതായത് ഫംഗ്ഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അടുത്ത വീഡിയോ കൂടി കാണുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ റിട്ടേൺ 0 എന്നല്ലേ, ഇവിടെ റിട്ടേൺ ഐ, അല്ലെങ്കിൽ ഇതിന് ഞാനിപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്ത് ഫാക്ടോറിയൽ ആൻസർ ഈസ് ഈക്വൽ ടു ആൻസർ ഇൻറ്റു ഐ എന്ന് നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ചെയ്യുന്നതൊക്കെ നല്ലത് ബെറ്റർ. ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൽ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. കാൽക്കുലേറ്റർ കണ്ടോ, എവിടെ പോയി? ഇൻറ്റു സബ്സ്ട്രാക്ഷൻ ഫോർത്ത് ഇൻറ്റു ഫാക്ടോറിയൽ 5. ഞാനിവിടെ ഇൻറ്റിജർ എ ആണ് എടുത്തത്. ഇൻറ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നല്ലോണം സൂക്ഷിച്ച് നോക്കണേ. ഇൻറ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ആൻസർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂയും കൊടുത്തു. ഫോർ ഇൻറ്റിജർ, അതിനുശേഷം ഞാൻ ഫോർ ലൂപ്പിക്ക് എൻ്റർ ചെയ്യാണ്. ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1, ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എ, ഐ ഈസ് ഈക്വൽ ടു പ്ലസ്. അപ്പോൾ ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റ് എ, അതായത് എ എന്ന് പറയുന്ന യൂസറിൽ നിന്ന് ഞാൻ എ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവും, കാരണം ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആൻസർ ഈസ് ഈക്വൽ ടു ആൻസർ ഇൻറ്റു ഐ, റിട്ടേൺ ടു ആൻസേഴ്സ്. അങ്ങനെയാകുമ്പോൾ ഈ ലൂപ്പിന് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ റിട്ടേൺ ആൻസറിന് കറങ്ങി തിരിഞ്ഞിട്ട് അവസാനമുള്ളൊരു ആൻസർ ഉണ്ടാകുമല്ലോ. അവസാനമുള്ളൊരു ആൻസർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാകും. ആ വാല്യൂവിലേക്ക് അവസാനം നമ്മൾ എത്തിച്ചേരും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, കാരണം മൈൻഡ് ചെയ്യുന്നത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലേ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പുകളെ കുറിച്ച് പറഞ്ഞു, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ മറക്കരുത്, പ്രോഗ്രാമിംഗ് നോളജ് മലയാളമല്ല, ഐഡിയ ആർട്ടിസ്റ്റ്, എ വീഡിയോ ഫ്രം ഐഡിയ ആർട്ടിസ്റ്റ്. താങ്ക് യു.